നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ അരി അരച്ചില്ലേ രാവിലെ, ആ മാവിലോട്ടിത് ചേർത്തിട്ട് നമുക്കൊരു എന്താ പറയുക, മധുരമുള്ളൊരു പലഹാരം പോലെ ഉണ്ടാക്കി നോക്കാം. ഒരു കേക്ക് പോലെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ആ പഴം ഞാൻ മിക്സിയിലിട്ട്, അപ്പം വെള്ളം ചേർത്ത് അടിക്കേണ്ടി വരുമായിരുന്നേ. അപ്പം ഞാൻ തിന്നേരം നമ്മുടെ മാവും കൂടെ അതിലോട്ട് ഒഴിച്ചിട്ട് അരച്ചെടുക്കുവാണേ. അങ്ങനെ അരച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല ഷെയ്ക്ക് പോലെ ഉണ്ട്. ഇതിൽ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൽ നമുക്ക് നന്നായിട്ട് തടവി കൊടുക്കാം. പാത്രത്തിന് എന്തിനാ തന്നെ ഈ തടവുന്നെന്ന് നോക്കരുത്. നെയ്യ് നമുക്ക് സൈഡിലൊക്കെ തേച്ച് കൊടുക്കാം. ഈ പാത്രത്തിൽ നെയ്യ് തേച്ചിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച് നേന്ത്രപ്പഴവും അരിമാവും ഇതെല്ലാം കൂടെ ഞാൻ അരച്ചെടുത്തിട്ട്, മധുരം ശകലം കുറവായിരുന്നേ. അപ്പം ഞാൻ മധുരം പഞ്ചസാര കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇത് ഞാനൊരു മനസ്സിലിതായിട്ട് നമുക്ക് ചെയ്ത് നോക്കുക കേട്ടോ. മുട്ടയും ചേർത്തായിരുന്നു. നന്നായിട്ട് ഇളക്കി നോക്കുക. ഇത് ഏത് വിധത്തിലാവുമെന്നൊന്നും എനിക്കറിയില്ല. വിജയിച്ച രക്ഷപ്പെട്ടു. അങ്ങനെ മുട്ടി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബബിൾസ് പോകും. അപ്പോൾ ചിക്കൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്കിത് വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി വേവട്ടെ. ഇതിൻ്റെ മൂടി ഇനി തപ്പിയെടുക്കണം. ഞാൻ ഇത് വെച്ച് മൂടിയിട്ടുണ്ട്. നമുക്കത് വേവട്ടെ. ഓക്കെ, അപ്പം നോക്കാം. അങ്ങനെ റെഡി ആയിട്ടുണ്ട് മക്കളെ, റെഡി ആയിട്ടുണ്ട്. പടാ, നമുക്ക് തന്നെ എടുക്കാം. അപ്പം അത് വിട്ട് റെഡി ആയി നിൽക്കുക കേട്ടോ. ഞാൻ പാത്രത്തിലോട്ട് മാറ്റട്ടെ. അപ്പോൾ ഇത് കേക്കെന്നൊക്കെ പറയാം അല്ലേ. എന്നാൽ ദൈവട്ടി വൈകുന്നേരം വരുമ്പം നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മുറിച്ച് നോക്കട്ടെ. അപ്പോൾ അതാ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ദൈവട്ടി വന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. എന്താ പോലെ എനിക്ക് അവൾ വരട്ടെ വൈകുന്നേരം, എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ഓക്കെ, എന്തെടുക്കുന്ന സ്കൂളിൽ നിന്ന്? ഇക്കിളിയോ? ഇക്കിളിയല്ല ദേവു, ഇക്കിള് ഇതല്ലേ, വളരാൻ വേണ്ടിയിട്ടാ. ഞാനിന്ന് രാവിലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതാണ്. ഞാനേ രാവിലെ നമ്മൾ ആ ഒരു ഇതുണ്ടാക്കിയില്ലായിരുന്നോ, ഏത് അരി അരച്ച മാവ് കൊണ്ട് ഒരു മുട്ടപ്പോ അങ്ങനെ ഉണ്ടാക്കിയില്ലേ. അതിൻ്റെ ബാക്കി മാവും പിന്നെ ഏത്തപ്പഴം ഒരു 5 ഉണ്ട് നന്നായിട്ട് പഴുത്ത്. അപ്പോൾ ആ ഏത്തപ്പഴത്തിലോട്ട് ആ മാവും കൂടെ ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് ശകലം പഞ്ചസാരയും ചേർത്ത് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ഇളക്കി. ഇത് ഒരു എന്താ പറയുക, കേക്ക് എന്നൊക്കെ പറയാം. നമുക്ക് നോക്കാം കേക്കാണോ കേൾക്കാത്തതാണോ എന്നൊക്കെ. ഞാൻ മുറിച്ച് വെച്ചതാണ്. അപ്പോൾ ദേവുട്ടി കഴിച്ചിട്ട് നമുക്കിത് കുടിച്ചോ. എങ്ങനെയുണ്ടെന്ന് ദേവുട്ടി പറയട്ടെ. കഴിക്കും നന്നായിട്ട് ചവച്ച്. ആണാണോ പെണ്ണാണോ നോക്കാൻ തോന്നുന്നത്.
ഒരു പെണ്ണ് ഇതാണ് കേട്ടോ. കൊള്ളാം, ടേസ്റ്റിന്. അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ എല്ലാവർക്കും. കുറേ ടൈം എടുത്തു വെന്തെടുക്കാൻ. അപ്പം അടിപൊളി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്, അല്ലേ? അപ്പം എല്ലാവർക്കും ബൈ, ബൈ, അടുത്ത വീഡിയോ കാണാം.